എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് തമിഴ്നാട്ടിലെ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഈറോഡ് നിന്നും ചെന്നൈക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം ചെന്നൈ വരെ പോകുന്നത് ഈ ഏർക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. നമ്മുടെ ലോക്കോ എതിരിട്ടും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ലോക്കോ ഇതാണ്, ഈറോഡ് ഷെഡിൻ്റെ ഒരു WAP4 ആണ്. ലോക്കോ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 9 മണിക്കാണ് എടുക്കുന്നത്. ഞാനിവിടുന്ന് ചെന്നൈ വരെ പോകുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എന്നിട്ട് ഇവൻ്റെ പേര് വിമൽ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ചെന്നൈക്ക് പോകുന്നത്. S4 ആണ് നമ്മുടെ കോച്ച്. RAC ആയിരുന്നേ. RAC 5555 സീറ്റ് നമ്പർ. അപ്പോൾ നമുക്ക് കോച്ചിലേക്ക് പോകാം. നമ്മുടെ കോച്ച് 2012 മേയുടെ ഒരു സ്ലീപ്പർ കോച്ചാണ്. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. ഇതാ കോച്ച്. ഈറോഡ് വരെ ഞങ്ങൾ വന്നത് ഏപ്രിലിൽ LHB കിട്ടിയ നമ്മുടെ ശബരി എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിനാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ അത് എല്ലാവരും കണ്ടിട്ടു. ഈ വരുന്ന ശബരി എക്സ്പ്രസ് ആണ്. പൂനെ ലോക്കോ സെറ്റിൻ്റെ ഒരു WAP7 ആണ് ലോക്കോ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് സെക്കന്ദരാബാദ് വരെ ഡെയിലി സർവീസ് നടത്തുന്ന ഒരു വണ്ടി കൂടിയാണ് ശബരി എക്സ്പ്രസ്. നല്ല ഡിമാൻഡുള്ളൊരു വണ്ടി കൂടിയാണ്. 17229 ആണ് ട്രെയിൻ നമ്പർ വരുന്നത്. അപ്പം ഞാൻ ഇതിലാണ് ഈറോഡ് വരെ പോയത്. അപ്പോൾ ഈറോഡ് വരെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഒരാൾക്ക് ചാർജ് വരുന്നത് 135 രൂപയേ ഉള്ളൂ. നമ്മുടെ ശബരി എക്സ്പ്രസ്സിന് ഈ വർഷം ഏപ്രിലാണ് LHB കോച്ചുകൾ കിട്ടി തുടങ്ങിയതും റൺ ചെയ്തതും.
ഓൺ ടൈം തന്നെ ആയിരുന്നേ. ഈറോഡ് ഓൺ ടൈം തന്നെയാണ് എടുത്തത്. അതിന് രാവിലെ 4 മണിയൊക്കെ അടുപ്പിച്ച് നമ്മൾ ചെന്നൈ സെൻട്രലിൽ റീച്ച് ആവും. അതുപോലെ ഈ ട്രെയിന് ഏർക്കാടെന്ന് പേര് കിട്ടാൻ കാരണം തമിഴ്നാട്ടിലെ സേലത്തെ ഏർക്കാട് ഹിൽസ് ഉണ്ട്. അപ്പം അതിൻ്റെ പേരാണ് ഈ വണ്ടിക്ക് ഇട്ടേക്കുന്നത്. അപ്പം ഇതൊരു ഓവർനൈറ്റ് വണ്ടിയാണ്. ഈറോഡിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു ഓവർനൈറ്റ് വണ്ടി കൂടിയാണ്. ഡെയിലി സർവീസ് നടത്തുന്നതാണ്. ഈ 22650 ആണ് ട്രെയിൻ നമ്പർ വരുന്നത്. ഈറോഡ് കഴിഞ്ഞിട്ട് ഒരു മകുടഞ്ചാവടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഔട്ടറിൽ കൊണ്ട് ചവിട്ടിയായിരുന്നേ. അതിപ്പോൾ TT പോയപ്പോൾ ചോദിച്ചായിരുന്നു എന്താ പ്രശ്നമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് എൻജിൻ എന്തോ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. എന്തോന്നറിയില്ല. ഒരു അരമണിക്കൂറായി ഇവിടെ ഇടാൻ തുടങ്ങിയിട്ട്. അരക്കോണം കഴിഞ്ഞ് വണ്ടി 4 മണിക്കൂർ ഡിലേ ആണ്. ഇതിന് മടുങ്കഞ്ചാവടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ടത് ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു. ഞാൻ പറയാം ഡീറ്റെയിലായിട്ടായിരുന്നു സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്നലത്തെ സംഭവം എന്ന് വെച്ചാൽ മകുടഞ്ചാവടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഔട്ടർ എത്തിയപ്പോൾ ട്രെയിൻ പെട്ടെന്ന് നിന്നു. അപ്പം എന്തോ സംഭവം കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞ ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധ കാരണം ഒരു ആക്സിഡൻറ്റ് ഒഴിവായെന്ന് തന്നെ പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിൽ ക്രോസ് ആയിട്ട് വേറൊരു ട്രാക്കിൻ്റെ ഭാഗം കൊണ്ടിട്ടേക്കുമായിരുന്നു. ലോക്കോ ആണെങ്കിൽ അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ ലോക്കോ ഫെയിലിയർ ആവുകയും ചെയ്തു. പിന്നെ സേലത്ത് നിന്നാണ് വേറെ ലോക്കോ കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ 4 മണിക്കൂർ ഡിലേ ആണ്. 4 മണിക്കൂർ ഡിലേ കഴിഞ്ഞിട്ട് വേണ്ട തിരുവള്ളൂർ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ഇനി സ്റ്റേഷൻ വരുന്നത് പെരമ്പൂരാണ്. 9:30 ആയപ്പോഴാണ് നമ്മൾ മകുടഞ്ചാവടി സ്റ്റേഷൻ ഔട്ടറിൽ വന്ന് കിടന്നത്. പിന്നെ ലോക്കോ ഒക്കെ വന്ന് എടുത്തിട്ട് പോയി. സേലത്ത് നിന്നാണ് ലോക്കോ റിവേഴ്സിലൊക്കെ ചെയ്തത്. ഞാൻ ആ ഫോട്ടോ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാവേ. please. Train number 22650 from Erode to Chennai Central Airport Superfast Express प्लेटफॉर्म क्रमांक 100 से रवाना होने के लिए तैयार है. Your attention please. Train number 12510 from
ആ ലൈൻ കണ്ടോ, ആ ലൈനാണ് വിജയവാഡയ്ക്ക് പോകുന്നത്. നമ്മുടെ സിൽച്ചർ എക്സ്പ്രസ് ഒക്കെ ഉണ്ടല്ലോ, അരുണോയ് സിൽച്ചർ വരെ പോകുന്ന അരുണോയ് എക്സ്പ്രസ്, അതൊക്കെ ആ ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. പെരമ്പൂർ കഴിഞ്ഞിട്ടാണ് ആ ലൈൻ വരുന്നത്. നമ്മളിവിടെ ബേസിൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചേക്കുവാണ്. എനിക്കൊന്നും പ്ലാറ്റ്ഫോം ഒന്നും കാലിയല്ല. അമൃത് ഭാരതിൻ്റെ ഒരു ലോക്കാണ് ഞാൻ കിടക്കുന്നത്. ബാംഗ്ലൂർ പോകുന്ന ഡബിൾ ഡെക്കറാണ്. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WP7 ആയിരുന്നു ഇതിൻ്റെ ലോഗോ. ഇതിന് കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് ആയിട്ട് റൈറ്റ് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ്. നമ്മൾ ചെന്നൈ എത്തി പിന്നെ ഇറങ്ങാം. ഓർമ്മത്തിന് ശേഷം നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത് കാൺപൂറിൻ്റെ ലോക്കോ ഷെഡിൻ്റെ ഒരു WG9 ആണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ